ഇടതുകോട്ടയായ വടകരയിൽ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് നിലവിലെ MP. 2009-ൽ 56,186 വോട്ടിന്റെയും 2014-ൽ 3,306 വോട്ടിന്റെയും ഭൂരിപക്ഷത്തിനാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിൽ നിന്ന് പാർലമെന്റിലെത്തിയത്. ഇത്തവണ മത്സരരംഗത്തുണ്ടാകില്ലെന്ന് മുല്ലപ്പള്ളി വ്യക്തമാക്കിയതോടെ അഭിമാന പോരാട്ടം നടക്കുന്ന വടകരയിലെ സ്ഥാനാർത്ഥികൾക്കായുള്ള ചർച്ചയിലാണ് UDF നേതൃത്വം. സ്വാഭാവികമായി പുതിയ സ്ഥാനാർത്ഥി കണ്ടെത്തേണ്ടി വരും. ആ പുതിയ സ്ഥാനാർത്ഥി പട്ടികയിൽ നിരവധിയായിട്ടുള്ള ആളുകൾ UDFനെ സംബന്ധിച്ചുണ്ട്, കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. വടകര പാർലമെൻറ്റ് മണ്ഡലം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിക്കലായിട്ടുള്ള മൂവ്മെൻറ്റിന് ഒത്തുള്ള ഏറ്റവും നല്ല കൊള്ളാവുന്ന സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് സ്ഥാനാർത്ഥി UDFൻ്റെ സ്ഥാനാർത്ഥിയായി അവിടെ പ്ലേസ് ചെയ്യപ്പെടും. KPCC സെക്രട്ടറി K. പ്രവീൺകുമാറിന്റെയും KPCC ജനറൽ സെക്രട്ടറി KP അനിൽകുമാറിന്റെ പേരുകളാണ് UDFിൽ നിന്ന് ഉയരുന്നത്. ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥിയെ വടകരയിൽ മത്സരിപ്പിക്കാൻ സാധ്യതയില്ല. 2014-ൽ AN ഷംസീറിനെ ഇറക്കി ശക്തമായ മത്സരം കാഴ്ചവെച്ച വടകര മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കാനുള്ള പ്രവർത്തനം ഇടതുമുന്നണി ആരംഭിച്ചു. 2004-ൽ വടകര ലോക്സഭാ മണ്ഡലത്തിലുണ്ടായ ഒരു വിധിയെഴുത്താണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് വടകരയിലായിരുന്നു. അതേ നിലയിൽ വലിയ കണ്ണഞ്ചിപ്പിക്കുന്ന ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ജയിക്കും. കേരളത്തിലെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഈ നിലയിലുള്ള വലിയ മുന്നേറ്റം ഇടതുപക്ഷത്തിനുണ്ടാകും. PK ശ്രീമതി, P. ജയരാജൻ, P. സതീദേവി എന്നിവരുടെ പേരുകൾക്കൊപ്പം DYFI നേതാവ് മുഹമ്മദ് റിയാസിന്റെ പേരും വടകരയിലെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. ഘടകകക്ഷികൾക്കാണ് സീറ്റ് നൽകുന്നതെങ്കിൽ MV ശ്രേയസ്കുമാർ, KP മോഹനൻ എന്നിവർക്കാണ് സാധ്യത. മണ്ഡലത്തിൽ ഏറെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ലോക് താന്ത്രിക് ജനതാദൾ ഒപ്പം കൂടിയത് ഇടതു ക്യാമ്പുകളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. BJPയും മണ്ഡലത്തിൽ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. പുതുമുഖ സ്ഥാനാർത്ഥിയെ തേടിപ്പോകാതെ ഇത്തവണയും BJP സംസ്ഥാന സെക്രട്ടറിയായ VK സജീവനെ തന്നെ രംഗത്തിറക്കാനാണ് BJPയുടെ നീക്കം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ AN ഷംസീറിനെതിരെ മുല്ലപ്പള്ളിയുടെ ഭൂരിപക്ഷം 3,306 ചുരുങ്ങിയതും 6,107 വോട്ടുകൾ നോട്ടയ്ക്ക് ലഭിച്ചതും വടകരയുടെ രാഷ്ട്രീയ ചരിത്രമാണ് മാറ്റിയത്. കോഴിക്കോട് നിന്ന് നിതിൻ അംബുജൻ, 24.